വാർത്തകൾ നോക്കാം. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് സന്ദർശിച്ച് CPM നേതാക്കൾ. പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം A. അശോകൻ എന്നിവരാണ് ഷെറിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. ബോംബ് നിർമ്മിച്ചവരുമായി പാർട്ടിക്ക് ബന്ധമില്ലെന്ന വാദത്തിനിടെയാണ് CPM നേതാക്കളുടെ സന്ദർശനം. ഇതിനിടെ നേതാക്കളുടെ സന്ദർശനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് വടകരയിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജ രംഗത്തെത്തി. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ല. പാർട്ടി തള്ളിപ്പറഞ്ഞ മുമ്പേ തന്നെ, ഇപ്പോഴും മാത്രമല്ല മുമ്പ് തന്നെ ഇവരെയൊക്കെ ഈ ഒരു സെറ്റിനെ പാർട്ടി തള്ളിപ്പറഞ്ഞ വിഭാഗമാണ്. പാർട്ടിയായിട്ട് യാതൊരു ബന്ധമുള്ളവരല്ല. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ കൈവേലിക്കൽ സ്വദേശി ഷെറിൻ കൊല്ലപ്പെടുകയും വിനീഷ് എന്നയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തിയത്. പിന്നാലെ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള 4 പേർ കൂടി അറസ്റ്റിലുമായി. അപ്പോഴും CPM നിലപാട് ആവർത്തിച്ചു. എന്നാൽ തള്ളിപ്പറഞ്ഞ് മണിക്കൂറുകൾക്കകം പ്രാദേശിക നേതൃത്വം നിലപാട് മാറ്റി. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട്ടിൽ സംസ്കാര ചടങ്ങിന് തൊട്ടുമുമ്പ് നേതാക്കളെത്തി. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം സുധീർ കുമാർ, ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം A. അശോകൻ എന്നിവരാണ് ഷെറിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. കൂത്തുപറമ്പ് MLA KP മോഹനും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. എന്നാൽ നേതാക്കളുടെ സന്ദർശനത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടി സഖാക്കളെ തന്നെ ആക്രമിച്ച കേസിലെ പ്രതികളാണ്. അതിന് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ചോട്ടെ. യാതൊരു ബന്ധമില്ല. പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല. അതിനിടെ സ്ഫോടനക്കേസിൽ ഉൾപ്പെട്ടവരുടെ വീടുകളിൽ CPM നേതാക്കൾ സന്ദർശനം നടത്തിയത് പാർട്ടി പരിശോധിക്കണമെന്ന ആവശ്യവുമായി കേന്ദ്ര കമ്മിറ്റി അംഗവും വടകരയിലെ LDF സ്ഥാനാർത്ഥിയുമായ KK ശൈലജ രംഗത്തെത്തി. ഇത്തരത്തിലുള്ള എലിമെന്റ്സിനെ അംഗീകരിക്കുന്ന ഒരു പാർട്ടിയല്ല ഇത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെ ആരെയും നേരിട്ട് അറിയുന്നതല്ല. എവിടെയോ കല്യാണ വീട്ടിലോ മറ്റോ വെച്ച് എൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടൊക്കെ കേൾക്കും, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനൽസിനെ അംഗീകരിക്കുന്ന പാർട്ടിയല്ല. ഷെറിന്റെ വീട്ടിൽ നേതാക്കൾ സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തായതിനെക്കുറിച്ച് CPM അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിലനിൽക്കുന്ന പ്രാദേശിക വിഭാഗീയതയാണ് ദൃശ്യങ്ങൾ പുറത്തുപോകാൻ കാരണമെന്നാണ് CPMന്റെ പ്രാഥമിക വിലയിരുത്തൽ. മീഡിയ 1 കണ്ണൂർ.